പ്രിയ സജ്ജനങ്ങളെ, ഏവർക്കും നമസ്കാരം. നവരാത്രി വ്രതം എന്തിന് എങ്ങനെ? നവരാത്രി വ്രതം എന്തിന് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നവരാത്രി കാലം ആദിപരാശക്തിയുടെ 9 പാവങ്ങളെ 9 ദിവസങ്ങളിലായി ആരാധിക്കുവാനുള്ള വേളയാണ്. ദേവീ ഉപാസനയ്ക്കും ദേവീ പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് നവരാത്രി വ്രതം. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്തപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. പൊതുവെ നവരാത്രി കാലത്ത് ആദ്യം 3 ദിവസം പാർവതി ദേവിക്കും, അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിക്കും, അവസാന 3 ദിവസം സരസ്വതി ദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു. ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും, മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും, വിജയദശമിയിൽ സരസ്വതിയായും ആരാധിക്കാറുണ്ട്. ചന്ദ്രദശ, ചൊവ്വാദശ, ശുക്രദശ എന്നീ ദശാകാലങ്ങളുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത്. ഏതു പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിയായ ദേവിയുടെ അനുഗ്രഹത്തിനായി 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. 9 ദിവസം വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവർ 7, 5, 3, 1 എന്നീ ക്രമത്തിലും അനുഷ്ഠിക്കാമെന്ന് വിധിയുണ്ട്. കേരളത്തിൽ സപ്തമി, അഷ്ടമി, നവമി എന്നീ ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ 3 ദിനങ്ങളിലും വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. എങ്കിലും 9 ദിവസത്തെ വ്രതമാണ് അത്യുത്തമമായി കണക്കാക്കുന്നത്. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള വ്രത കാലയളവാണ് നവരാത്രി കാലം. ഈ കാലയളവിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് നിലവിളക്ക് കൊളുത്തി ദേവീസ്തുതികൾ ജപിക്കണം. ലളിത സഹസ്രനാമ ജപം അത്യുത്തമം. മത്സ്യമാംസാദികൾ വർജിക്കുക. സാധ്യമെങ്കിൽ അരിഭക്ഷണം ഒരു നേരമായി ചുരുക്കുക. വ്രതം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയുണ്ടാവണം. 9 ദിവസം അടുപ്പിച്ച് ദേവീക്ഷേത്രത്തിൽ കുളിച്ച് തൊഴുന്നതും ശ്രേഷ്ഠമാണ്. ദേവീ പ്രീതിയിലൂടെ സർവ്വ ഐശ്വര്യത്തിനും നവരാത്രി വ്രതം കാരണമാവും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.